ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ, പല്ലി, എലി, എട്ടുകാലി എന്നിവയെ എങ്ങനെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റാമെന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നേരം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതൊക്കെ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. തോരനായാലും കറി ആയാലും ഫ്രൈ ആയാലും എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാണ് നമ്മളുടെ ഇടിച്ചക്ക. അത് ക്ലീൻ ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ട് കാരണം തന്നെ നമ്മളെല്ലാവരും അത് ഒഴിവാക്കാറായിരിക്കും പതിവല്ലേ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇടിച്ചക്ക. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുകയാണെങ്കിൽ വയറ്റ് പാഴാക്കി കളയരുത്. അപ്പോൾ നമ്മൾ ഇടിച്ചക്കൊക്കെ മുറിക്കുന്ന സമയത്ത് 2 പീസായിട്ടൊന്ന് നടുവിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇടിച്ചക്ക ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വിളഞ്ഞൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് കയ്യിലും കത്തിയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും നമ്മുടെ കയ്യിലൊന്നും പിടിക്കില്ല. യാതൊരു കറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവുകയില്ല. വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചിട്ടും ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ചിലപ്പം രാവിലെയൊക്കെ തിരക്കിട്ട ജോലികൾക്കിടയിൽ ഇതുപോലെ ഫ്രീസറിൽ നിന്നും നോൺ വെജ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. നമുക്ക് പെട്ടെന്നൊന്നും അതെടുത്ത് കറി വയ്ക്കാനോ ഫ്രൈ ആക്കാനോ ഒന്നും തന്നെ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വെതറി കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെറുക്കി എടുക്കാൻ പറ്റിയതുപോലെ തന്നെ അത് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നിങ്ങൾ ഇതുപോലെയൊക്കെ നോൺ വെജൊക്കെ കറിക്കായാലും ഫ്രൈ ആക്കാനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എണീച്ച ഉടനെ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ കറി ഉണ്ടാക്കാനാകുമ്പോഴേക്കും അത് നന്നായിട്ട് നമുക്കിത് വേർതിരിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ചിക്കൻ ആയിരുന്നു കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് തന്നെ ഫ്രീസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ലൈവായിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ, ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഞാനിതിലേക്ക് വെള്ളം ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപ്പ് ഉപയോഗിച്ച് ഈ രീതിയിൽ നോൺ വെജൊക്കെ പെട്ടെന്ന് കറി വയ്ക്കാനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ചുടുവെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പാത്രം കുറച്ച് സമയം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ രീതിയിൽ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് കറിയായാലും ഫ്രൈ ആയാലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിൽ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ഇതുപോലുള്ള യൂറിയ ബാഗിലൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ അതിൽ നൂലുണ്ടാവും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നൂലാണ് കേട്ടോ. നമുക്ക് ഈ ചാക്കൊന്നും കീറാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഈ നൂലിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നും ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മൾ ചാക്കൊന്നും കീറിയിട്ടുള്ള നൂല് പൊട്ടിപ്പോയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ നൂല് നമുക്ക് വിവിധതരം ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ, പല്ലി, എലി എന്നിവയെ ഒടിക്കാനുള്ള നല്ല കിടിലൻ ടിപ്സാണ് കേട്ടോ ഞാൻ ഇനി കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 നാരങ്ങയുടെ മുഴുവൻ തോലും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് നാരങ്ങ ഉണ്ടെങ്കിൽ അതും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രഷ് നാരങ്ങ ആയാലും ഇതുപോലെ നാരങ്ങയുടെ തോടായാലും നമുക്ക് ഒരേ റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇനി ഞാൻ 2 കർപ്പൂരം ചെറുതായിട്ട് പൊടിച്ചതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ലിന് പാറ്റ, പല്ലി, എലിയൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ അടുത്ത് നാപ്തലിൻ ബോൾസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മൂടിയിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. രാത്രി നമ്മൾ ഉറങ്ങിയതിന് ശേഷമായിരിക്കും പാറ്റ, പല്ലി കൂടുതലായിട്ട് നമ്മളുടെ കിച്ചണിലൊക്കെ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും. കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും സിങ്കിലും കൂടുതലായിട്ടും ഇവകളെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും സിങ്കിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കുറേ
നേരം ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതിൻ്റെ സ്മെല്ലുള്ളത് വരെ നമ്മളുടെ ഈ കിച്ചണിലേക്ക് പാറ്റ, പല്ലി, എലി ഒന്നും തന്നെ വരികയുമില്ല. നമ്മളുടെ സിങ്കിൻ്റെ ഹോളിലൂടെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലിന് പാറ്റ, പല്ലിയൊക്കെ കൂടുതലായിട്ടും ആ സ്ഥലങ്ങളിലൂടെ വരും. അപ്പോൾ ആ ഹോളിലൊക്കെ നമ്മൾ നന്നായിട്ട് രാത്രി പാത്രമൊക്കെ കഴുകി എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ പാറ്റ, പല്ലി ശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കഴിവതും നിങ്ങൾ രാത്രിയിൽ ഭക്ഷണാവശിഷ്ടങ്ങളൊന്നും വീടിനുള്ളിൽ വെക്കാണ്ട് അത്രയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി വെച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് പാറ്റ, പല്ലി ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അത് മാത്രമല്ല, പല്ലികൾ പ്രാണികളെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ പാറ്റകളെ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കിയാൽ തന്നെ പല്ലിശല്യം അതുപോലെ തന്നെ നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. മാത്രമല്ല, നമ്മളുടെ അടുക്കളയിൽ നമ്മൾ ഷെൽഫിൻ്റെ അടിയിലൊക്കെ കാർഡ്ബോർഡ് അതുപോലെ തന്നെ ന്യൂസ് പേപ്പറൊക്കെ വിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലിയെ തുരത്താനുള്ള നല്ലൊരു കിടിലൻ റെമഡിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പപ്പടം ഇതുപോലെ ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ എലികളെ വല്ലാണ്ട് ആകർഷിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹാർപ്പിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈസോളോ ഡെറ്റോളോ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മാവ് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കടലമാവ് നമ്മളുടെ എലികളെ വല്ലാണ്ട് ആകർഷിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഈ ഹാർപ്പിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ ഹാർപ്പിക്ക് മാത്രം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി നമ്മൾക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ടാവും. ഈ ഹാർപ്പിക്ക് മാത്രമാണ് ഞാൻ ഒഴിച്ചിവിടെ മിക്സാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കടലമാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അലർജിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രം നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം ഇനി മാവ് നന്നായിട്ട് ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാവുന്നതാണ്. എലിശല്യം മൂലം പൊറുതിമുട്ടിയവരുണ്ടെങ്കിൽ യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യാതെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിൽ ഒരു ഉരുള എലിയുടെ വയറിലേക്ക് പോവുകയാണെങ്കിൽ ഹാർപ്പിക്കൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ വയറ് ഉയർത്ത് എലികൾ ചത്തു പോകാൻ ഇടയാകുന്നതാണ്. അപ്പം ഞാൻ എലിമാളത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് കൈയൊന്നും ഇട്ടിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. സ്ഥിരമായിട്ട് എലി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തുള്ള തേങ്ങ അതുപോലെ തന്നെ കടലമാവ്, പപ്പടം എല്ലാത്തിൻ്റെ സ്മെല്ല് എലികളെ വല്ലാണ്ട് ആകർഷിക്കും. എലി ഉറപ്പായിട്ടും അത് എടുത്ത് കഴിക്കുകയും ചെയ്യും. ഹാർപ്പിക്കൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ എലികളുടെ വയറിന് പ്രശ്നമായി എലികൾ വയറ് വീർത്ത് ചത്തുപോകുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 2-3 ദിവസം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലിശല്യം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീടിൻ്റെ പരിസരത്ത് മുഴുവനായിട്ടും എലികൾ ഇതുപോലെ മാളങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലായിടത്തും ഈ രീതിയിൽ ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എലികൾ കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലിശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ടിപ്പിന് വേണ്ടിയിട്ട് പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുക്കില്ല, അത്രയ്ക്കും നല്ല പുളി ഉണ്ടായാൽ മതിയാവും. കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് നമ്മുടെ പാറ്റ, പല്ലി, എലികളെ ഒരുപാട് ആകർഷിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കഞ്ഞിവെള്ളം ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ചൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യാത്തൊരു ബൗൾ എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇത്രയും കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ പാരസിറ്റമോൾ ടാബ്ലറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്നും ഒരു 2-3 ടാബ്ലറ്റ്സ് എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിത് യൂസ് ചെയ്യാത്തൊരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്തൊരു ബൗൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്പോഞ്ചാണ് കേട്ടോ. സ്പോഞ്ചിന് പകരമായിട്ട് നിങ്ങളടുത്ത് നേരിയ തുണി ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഈ സ്പോഞ്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പാരസിറ്റമോളിൻ്റെയും ഇത് കുറേ സമയം ഇതിൽ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്പോഞ്ച് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ സിങ്കിൽ ഇതുപോലെ ഈ ഹോളിൽ രാത്രി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ പാറ്റ, പല്ലി ഒന്നും ഈ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് അതിനെ മൂടി വെച്ചൊന്നും പൊടി കൊടുത്താൽ മാത്രം മതിയാവും.
ഇതുമൂലം നമുക്ക് പാറ്റാപ്പല്ലികളെ നമ്മുടെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സ്ഥിരമായിട്ട് പാറ്റാപ്പല്ലി വരുന്ന സ്ഥലങ്ങൾ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ 2-3 ദിവസത്തിന് ഇത് തന്നെ മതിയാവും ട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സ്പോഞ്ച് ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മളിതിൽ പാരസിറ്റമോൾ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ പല്ലികളുടെയും പാറ്റകളുടെയും ഒക്കെ വയറിലേക്ക് പോവുകയാണെങ്കിൽ മയങ്ങിയിട്ട് നമ്മളുടെ പാറ്റ പല്ലിയൊക്കെ ചത്തുപോകാൻ ഇടയാകുന്നതാണ്. സ്ഥിരമായിട്ട് പല്ലി പാറ്റയൊക്കെ വരുന്ന സ്ഥലങ്ങൾ കർട്ടൻ്റെ അടിയിൽ നമ്മുടെ കട്ടിലിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ വീട്ടിൽ നിന്ന് പാറ്റ പല്ലിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.